ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂസ് കിച്ചൺ. നമ്മളിന്ന് ചെയ്യുന്നത് ക്യാരറ്റ് വെച്ചിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഈസിയും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ഈ ക്യാരറ്റ് പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ക്യാരറ്റ് പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഈ വലുപ്പത്തിലുള്ള 2 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം 200 ഗ്രാം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മോൾ വശം ബാക്ക് വശം ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് ഇതിൻ്റെ തോലൊക്കെ ഒന്ന് പീൽ ചെയ്ത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഏകദേശം നോക്കൂ, ഈ ഒരു സ്ക്വയർ പീസസ് ഈ ഒരു വലിപ്പം മതിയാവും കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്താൽ മതിയാവും. ഇനി നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായി ഞാനിവിടെ ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഫ്രഷ് മിൽക്കിലേക്ക് ഒരു 20 ആൽമണ്ട്സ് അതിൻ്റെ തോലൊക്കെ നീക്കിയതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുക. ഇതിനോടൊപ്പം ഒരു 5 കാഷ്യൂനട്ട്, അതായത് കശുവണ്ടിയും കൂടെ ചേർത്ത് ഇതൊരു 10 to 15 മിനിറ്റ്സ് ഒന്ന് സോക്ക് ചെയ്യാൻ മാറ്റി വയ്ക്കാം. അടുത്തതായി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പാൻ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യൊന്ന് നന്നായിട്ട് മെൽറ്റായി വന്നപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ക്യാരറ്റ് ഉണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 2 to 3 മിനിറ്റ്സ് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കുക. അത്രയും മതിയാവും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നെയ്യിൽ കിടന്ന് വഴറ്റിക്കഴിഞ്ഞാൽ ഈ പായസത്തിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ഡയറക്റ്റ് വെള്ളമൊഴിച്ച് വേവിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ്സ് സ്ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നോക്കൂ, 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ അല്പം വെള്ളമൊക്കെ ഉണ്ട്, അത് കുഴപ്പമില്ല. നമുക്കിന്ന് ഈ സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം, കാരണം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ വെള്ളം അതിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഈ പായസത്തിലേക്ക് ആവശ്യമുള്ളത് സാഗോ റൈസാണ് കേട്ടോ, അതായത് ചവ്വരി. ഞാൻ 2 ടൈപ്പ് ചവ്വരി ഇവിടെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ കുഞ്ഞ് ടൈപ്പും ഉണ്ട്, പിന്നെ നോർമൽ നമ്മൾ കാണാറുള്ള നല്ല കുറച്ച് വലിയ ബോൾസ് ടൈപ്പ് ഉള്ളതുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പായസങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ലത് ഇങ്ങനത്തെ കുഞ്ഞ് ടൈപ്പ് കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. ഇനിയിപ്പോൾ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വലുതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വലുത് നിങ്ങൾ നെയ്യിൽ വറക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് അതൊന്ന് വേവിച്ചെടുക്കുക. വേവിച്ചെടുത്തതിന് ശേഷം അതിലിങ്ങനെ ചെറുതായി കൊഴുപ്പ് പോലെയൊക്കെ ഉണ്ടാവും, അതൊന്ന് പച്ചവെള്ളത്തിൽ വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് പായസത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നേരെ മറിച്ച് ഈ ചെറുതാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതൊന്ന് നെയ്യിൽ വറുത്തതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ അതിൻ്റെ ആ കൊഴുപ്പ് നമ്മൾ കളയേണ്ട ആവശ്യമില്ല, അതിനത്ര കുഴപ്പമുണ്ടാവില്ല കൊഴുപ്പ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. ഞാനപ്പോൾ ചവ്വരി വേവിക്കാൻ വേണ്ടി ഒരു സോസ് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. ആ നെയ്യ് മെൽറ്റായി വന്നപ്പോൾ 1/2 കപ്പ് ചവ്വരിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇത് കുഞ്ഞ് ചവ്വരിയാണ്. നിങ്ങളുടെ കയ്യിൽ വലുതാണെങ്കിൽ ഇങ്ങനെ വറക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് വേവിച്ചെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് നെയ്യുമായിട്ട് വഴറ്റി ചേർത്ത് കഴിഞ്ഞാൽ ഈ ചവ്വരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുമേ. അപ്പോൾ ഈ 2 മിനിറ്റ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് 1 കപ്പ് വെള്ളമാണ് കേട്ടോ, നോർമൽ വാട്ടറാണ് ഒഴിക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. ആ ചവ്വരി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ആ ക്യാരറ്റ് ഒന്ന് അടിച്ചെടുക്കണം. അപ്പം ഞാൻ ആ ക്യാരറ്റ് വെള്ളത്തോടു കൂടി തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ബദാമും കാഷ്യൂനട്ടും പാലും എല്ലാം കൂടിയിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഇപ്പം നമ്മളുടെ ചവ്വരിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വലിയ ടൈപ്പ് ചവ്വരിയാണ് എടുക്കുന്നതെങ്കിൽ 1/4 കപ്പ് എടുത്താൽ മതിയാവും കേട്ടോ. നമുക്കപ്പോൾ ഇനി ഈ ചവ്വരിയിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ പേസ്റ്റ് ഉണ്ടല്ലോ, ക്യാരറ്റ് അതുപോലെ തന്നെ ബദാം കാഷ്യൂനട്ട് എല്ലാം കൂടി അതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇപ്പോൾ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അത് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാരയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നേരം അത് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകത്തിൽ നമുക്കിതിലേക്ക് 1 ലിറ്റർ പാല്, ഫ്രഷ് മിൽക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഫ്രഷ് മിൽക്കും കൂടെ ഒഴിച്ച് ഒരു 5 മിനിറ്റ് നേരം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം.
ഇപ്പം നമ്മളുടെ പാൽ ഇവിടെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഇപ്പം ഇവിടെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കായയുടെ പൗഡറാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. 1 ടീസ്പൂൺ ഏലക്കായ പൗഡർ ചേർത്തതിന് ശേഷം ഒരു പിഞ്ച് സാഫ്രോണാണ് ഇട്ട് കൊടുക്കുന്നത്, അതായത് കുങ്കുമപ്പൂ കേട്ടോ. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഓപ്ഷണലാണ്. അതിനുശേഷം ഈ മധുരമൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ പായസത്തിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണിത്, അതായത് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഈസിയുമായി ചെയ്തെടുക്കാവുന്ന ഒരു പായസമാണ് കേട്ടോ ഈ ക്യാരറ്റ് പായസം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റി നോക്കാം എങ്ങനെയാണെന്ന്. ഞാനപ്പോൾ നമ്മളുടെ പായസം സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. കറക്റ്റ് തിക്നെസ്സിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ പായസം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.